കേരളത്തെ അപമാനിക്കാൻ നോക്കിയ പ്രതിപക്ഷ നേതാവ് സതീശന് പിണറായിയും കൊടുത്തു പറന്തലയ്ക്കൊരെണ്ണം. കൈകൊണ്ട് കൊടുക്കാൻ പറ്റൂലല്ലോ, പ്രതിപക്ഷ കെടുതിയായിപ്പോയില്ലേ. അതുകൊണ്ട് മലയോര ഹൈവേയുടെ ഉദ്ഘാടന വേദിയിൽ നല്ല അന്തസ്സായിട്ട് ഈ കേരളത്തെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ച പ്രതിപക്ഷ വഴിമുടക്കിക്ക് നല്ലൊരു ഒന്നാന്തരം വിഭവമാണ് പിണറായി അങ്ങോട്ട് ഒരുക്കി വെച്ചത്. നമ്മളെല്ലാവരും ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണല്ലോ, അതാണല്ലോ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. ഉത്തരവാദപ്പെട്ട ചിലർ പരസ്യമായി പറയുകയാണല്ലോ, കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമൊന്നുമല്ല, ആ സ്ഥാനത്തിനൊന്നും അർഹതയില്ല എന്ന്. എന്താണ് അതിൻ്റെ പിന്നിലെ വികാരമെന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഇന്ത്യ രാജ്യത്ത് അതിവിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ നമ്പർ 1 എന്ന സ്ഥാനം അംഗീകരിച്ചിരുന്നു. അത് ശുപാർശ കൊണ്ട് കിട്ടിയതാ, ഏതെങ്കിലും തരത്തിലുള്ള പക്ഷപാതിത്വം കൊണ്ട് കിട്ടിയതാ? അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് നമ്മുടെ യോഗ്യത വളർന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടിയത്. 2016 മുതൽ നാം നടത്തിയ തുടർച്ചയായ പ്രവർത്തനമുണ്ട്. അതിൻ്റെ ഭാഗമായി 10 നിയമങ്ങളാണ് ഭേദഗതി ചെയ്തത്, ഒരുപാട് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. അതിലൂടെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിലേക്ക് നമ്മൾ എത്തുകയായിരുന്നു. വിവിധ വകുപ്പുകൾ ഏകോപിതമായി പ്രവർത്തിച്ചു. വലിയ മാറ്റം, അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെയാണ് ഈ പറയുന്ന അംഗീകാരം നമുക്ക് കിട്ടിയത്. അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? യഥാർത്ഥത്തിൽ നമ്മുടെ നാടല്ലേ മാനിക്കപ്പെടുന്നത്, നമ്മുടെ കേരളമല്ലേ അതിൻ്റെ ഭാഗമായി മേന്മയിലേക്ക് എത്തുന്നത്. എന്തിനാണ് കേരളത്തെ ഇകഴ്ത്തുന്ന നില സ്വീകരിക്കുന്നത്? ഇത് LDFൻ്റെ നേട്ടമായി മാത്രമല്ലല്ലോ കാണേണ്ടത്, നാടിൻ്റെ നേട്ടമല്ലേ. LDFനോട് വിരോധമുള്ളവരുണ്ടാകാം, പക്ഷെ നാടിനോടുള്ള വിരോധമായി മാറാൻ പാടുണ്ടോ? നാടിന് അർഹതപ്പെട്ട് നാടിന് നൽകണ്ടേ? ഈ കൈ ഇല്ലാത്തവൻ ഡ്യൂപ്ലിക്കേറ്റ് കൈ കെട്ടിവെച്ച് വന്ന് വർത്തമാനം കേട്ടാൽ കൊടുത്തു പോകും. അതാണ് വായിൽ നിന്ന് പുറത്തു വരുന്ന വാചകങ്ങൾ. കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടായതിന് അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രീയം പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ കേരളത്തിൽ വന്നതൊന്നും മാറ്റമല്ലത്രേ. അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ്. നിങ്ങളുടെ കണ്ണിൽ കാണുന്നതൊന്നും സത്യമല്ല. ഇതൊക്കെ മായക്കാഴ്ചയാണ്. ഇതൊക്കെ യാഥാർത്ഥ്യമാകണമെങ്കിൽ നാളെ ഞാൻ ആ കസേര കയറിയിരിക്കണം, എന്നിട്ട് നിങ്ങൾ നോക്കിക്കാണുന്നതെല്ലാം സത്യമായിരിക്കും. ഇത്തരം മനോഭാവക്കാർ ഇത് സംഘപരിവാറിനകത്തും കോൺഗ്രസിനകത്തും നിറഞ്ഞു തുളുമ്പിയിരിക്കുന്ന വിഭാഗക്കാരാണ്. എല്ലാ കാലത്തും കേരളത്തെ പിന്നോട്ട് നയിക്കുന്ന കാഴ്ചപ്പാടുകൾ. ഇവർ അധികാര കസേരയിൽ ഇരുന്നെങ്കിൽ ഈ മാറ്റം വരുമെന്നാണോ? ഈ അടുത്ത കാലത്ത് 2016 വരെ ഉണ്ടായിരുന്ന പല പ്രതികരണങ്ങൾ കണ്ടതാണ്. ഒന്നും നടക്കില്ല, പണമില്ല, മൊത്തം ഞങ്ങളെ വീടുകളിൽ കൊണ്ടുപോകാനല്ലാതെ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി 10 പൈസ ഈ നാട്ടിലില്ല, ഉള്ളത് മുഴുവൻ ഖജനാവ് ഞങ്ങൾ അടിച്ചു വാരിയെടുത്ത് ഞങ്ങളുടെ കുടുംബക്കാർക്കും ഞങ്ങൾക്കും മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നത് ഉണ്ടാക്കി. എന്നിട്ട് 2016 ജനം അടിച്ച് വെളിയിലാക്കി. 2021 ജനം വീണ്ടും വെളിയിലോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞപ്പോൾ ഈ നാട്ടിൽ ഒരു സർക്കാർ തുടർച്ചയുണ്ടായപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ കണ്ടു. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ ലോകത്തിനു മുന്നിൽ കേരളം മാറി. പക്ഷേ ഇവിടത്തെ പ്രതിപക്ഷ കെടുതികളെ നയിക്കുന്നവർ, അതിലുള്ളവർ പോലും ഈ നാടിനെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അവരെ ആക്ഷേപിക്കുകയാണ്. അവർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലത്രേ. സതീശൻ്റെ ഇരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് നാട്ടിൽ ആരെങ്കിലും കാണില്ല. താരകൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണല്ലോ സതീശൻ പലതും അളക്കുന്നത്. ആ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് കേരളത്തിൽ വികസനമൊന്നും വന്നിട്ടില്ല, വികസന സൗഹൃദമാണ്, ഒന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കാണുന്ന കാഴ്ചകളെല്ലാം അതൊന്നും മാറ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റൂല. അത് രാജഭരണത്തിൻ്റെ പ്രത്യേകതയാണെന്ന് സതീശൻ്റെ മനസ്സിൽ തോന്നും. മഹാബലി എന്ന ചക്രവർത്തിയുടെ കാലഘട്ടം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായിരുന്നു. അവരെ സതീശൻ്റെ മനോനിലയിൽപ്പെട്ട വിഭാഗക്കാർ വന്ന് അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചതുകൊണ്ടും ഈ നാട്ടിലെ മനുഷ്യർക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും ഗുണവും ഉണ്ടാക്കി കൊടുത്തതുകൊണ്ട് മണ്ണിൻ്റെ അടിയിൽ ചവിട്ടിച്ചാഴ്ത്തിയ ചരിത്രമുള്ളൊരു നാടാണ്. അങ്ങനെയുള്ള നാട്ടിൽ ഉന്നത കുല ജാഥർ ചെയ്താൽ മാത്രമേ എല്ലാം അംഗീകരിക്കപ്പെടുള്ളൂ എന്നുള്ള ആ മനോഭാവത്തിൽ നിന്ന് വരുന്ന വാചകങ്ങളുണ്ടല്ലോ, അത് ഈ നാട് തിരിച്ചറിയേണ്ടതാണ്. ആ മനോഭാവക്കാർ കുറച്ചുകാലം അധികാരത്തിൽ നിന്ന് പുറത്ത് നിൽക്കട്ടെ. ഇവിടെ മഹാബലിയുടെ പിൻതലമുറക്കാർ ഭരിച്ചാൽ മതി. അത് അസുര രാജാവായിട്ട് അവർ ചിത്രീകരിച്ചില്ലേ. ഇപ്പോൾ പിണറായി വിജയനെ എന്തുകൊണ്ടാണ് നാടിന് ഗുണമുള്ള പാവപ്പെട്ടവർക്ക് സഹായമാകുന്ന ഇടപെടൽ നടത്തുന്നതെല്ലാം മോശമാണ്. അവരുടെ ജീവിതം അല്ല കരുപിടിപ്പിക്കേണ്ടത്. അധികാരത്തിലിരുന്നാൽ സമ്പന്നരുടെ കാര്യങ്ങൾക്ക് എല്ലാവർക്കും
വേണ്ടത്ര പരിഗണന കൊടുക്കണം. അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്താലല്ലേ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടൂ. അത് കിട്ടാത്തത് കൊണ്ട് സതീശൻ നടത്തുന്ന വായ്ത്താരികൾക്ക് പിണറായി വിജയൻ കൊടുത്ത ഈ മറുപടി തന്നെയാണ് ഏറ്റവും ഉചിതം.